നമസ്കാരം. ഇന്ത്യ vs സൗത്ത് ആഫ്രിക്ക 5ാം T20 റിവ്യൂ. കുറച്ച് ലേറ്റായിപ്പോയി, ഇന്നലെ കുറച്ച് യാത്രയിലായിരുന്നു. എന്തായാലും പൊള്ളിച്ചടുക്കി സഞ്ജു സാംസൺ ടീമിൽ വരുമ്പോൾ എന്താണ് ഇന്ത്യൻ ടീമിന് സംഭവിക്കുന്നത്, എന്താണ് ആ ടീമിൻ്റെ ഒരു ഡയമെൻഷൻ തന്നെ മാറുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇന്നലെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തു, അല്ലെങ്കിൽ മനസ്സിലായി. കോച്ചിനായാലും കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായാലും എല്ലാവർക്കും ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യുമ്പോൾ മൊത്തം ബാറ്റിംഗ് ലൈനപ്പിന് കിട്ടുന്ന ആ ഒരു ബൂസ്റ്റ്, ആ ഒരു പവർ പ്ലേയിൽ വരുന്ന രണ്ട് സൈഡിൽ നിന്നും അടി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എഫക്റ്റ്, അത് മുന്നോട്ട് സ്കോറിനെ നമ്മൾ 200 എടുക്കാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടീം ഈസി ആയിട്ട് മേളിലോട്ട് 200 മേളിലോട്ട് എത്താനായിട്ട് ഇപ്പോൾ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മയും കൂടി ഇന്നലെ ആ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിൽ അടിച്ച് രണ്ട് സൈഡിൽ നിന്ന് അടി വന്നപ്പോഴത്തേക്ക് വളരെ ഈസി ആയിട്ട് റൺ വന്നു. അതിനുശേഷം ഹർദിക് പാണ്ഡ്യയുടെ പെർഫോമൻസ് അത് വേറെ ലെവലായിരുന്നു, അത് വേറൊരു കാര്യം. പക്ഷേ ആ ഒരു സ്റ്റാർട്ട് കൊടുത്ത സഞ്ജു സാംസൺ ആൻഡ് അഭിഷേക് ശർമ്മയുടെ ആ ഒരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് തന്നെയാണ്. അതിനുശേഷം തിലക് വർമ്മ എക്സെപ്ഷനിൽ വരും. ഒരു പ്രോപ്പർ നമ്പർ 3 ബാറ്റ്സ്മാൻ അവിടെ സെറ്റാണെന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് തിലക് വർമ്മ. എക്സ്ട്രാ ഓർഡിനറി ബാറ്റിംഗ്. സഞ്ജു സാംസൻ്റെ ബാറ്റിംഗ് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. സഞ്ജു സാംസൺ ഇന്നലെ കളിച്ച ഒരു ഷോട്ട്, അതുകൊണ്ട് ഒരു ഡ്രൈവ് അടിച്ചു. എക്സ്ട്രാ ഓർഡിനറി ബാറ്റിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കണ്ടുകൊണ്ടിരുന്നവർക്കോ കോച്ച് ആർക്കെങ്കിലും ഒരു തരം ഡൗട്ട്, ആരാണ് ഇന്ത്യക്ക് വേണ്ടി T20 വേൾഡ് കപ്പിൽ ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളത് കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർക്കാനുള്ളത് സഞ്ജു സാംസൺ ഇന്നലെ കാണിച്ചു വെച്ചിട്ടുണ്ട് ഗ്രൗണ്ടിൽ. ഇനി ഇതും കണ്ടിട്ടും ഗില്ല് തന്നെ ഓപ്പൺ ചെയ്യണം. ഇനി ന്യൂസിലൻഡുമായിട്ടുള്ള T20 സീരീസ് വരുമ്പോൾ ഗില്ലിനെ തന്നെ ഓപ്പൺ ചെയ്യിക്കണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ബയാസ്ഡ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ക്ലിയർ ആയിട്ട് ഏതൊരു ക്രിക്കറ്റ് കുറച്ചെങ്കിലും അറിയുന്ന ഏതൊരാൾക്കും ഇന്നലത്തെ കളി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്ത് സഞ്ജു സാംസൺ ആൻഡ് അഭിഷേക് ശർമ്മയാണ് ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്പണിംഗ്. ലോകത്തുള്ള എല്ലാവരും, മറ്റ് രാജ്യങ്ങളുള്ള ആൾക്കാർ വരെ പറയും ഇത്ര എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു ബാറ്റിംഗ് പ്ലെയർ വെച്ചിട്ട്, ഓപ്പണിങ്ങിൽ വെച്ചിട്ട് എന്തിനാണ് ഗില്ലിനെ കൊണ്ട് ഓപ്പൺ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്നില്ല. എന്തായാലും പ്രൂവ് ചെയ്തു സഞ്ജു സാംസൺ ആ ഒരു കിട്ടിയ ഒരു അവസരത്തിൽ. ഇന്നലെയാണ് നേരത്തെ ഔട്ടായിരുന്നുണ്ടെങ്കിൽ തല തിന്നാൻ വേണ്ടി ഇരുന്ന കുറേ പേരുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അടിച്ച 37 റൺസ്, അതും സ്ട്രൈക്ക് റേറ്റ് അഭിഷേക് ശർമ്മയെക്കാട്ടി സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്, തിലക് വർമ്മയെക്കാട്ടി സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. സ്ട്രൈക്ക് റേറ്റിൽ മുന്നിലുള്ളത് ഹർദിക് പാണ്ഡ്യ മാത്രമാണ്. അത് പിന്നെ വേറെ ലീഗിലുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു. എന്തായാലും ഇന്ത്യ ഈ ഒരു 232 എന്ന് പറഞ്ഞൊരു ഹ്യൂജ് സ്കോർ അടിക്കാനായിട്ട് ഈ 3 പേരുടെ തിലക് വർമ്മ ആ സോളിഡ് നമ്പർ 3 ആണ്. ഭയങ്കര സ്ട്രൈക്ക് റേറ്റൊന്നും അല്ല, അവിടെ ഒരു ബാലൻസ്. ഒരു സഞ്ജു സാംസൺ ആൻഡ് അഭിഷേക് ശർമ്മ ഓപ്പണിങ്ങിൽ എക്സ്പ്ലോസീവ് ആകുമ്പോൾ നമ്പർ 3 തിലക് വർമ്മ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാലൻസ് പിന്നീട് വന്നിട്ട് ഹർദിക് പാണ്ഡ്യക്കോ ശിവൻ ദുബൈക്കോ അഴിഞ്ഞാടാനുള്ള ഒരു അവസരം ഉണ്ടാക്കാനായിട്ട് വിരാട് കോഹ്ലി എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു റോൾ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളൊരു ബാറ്റ്സ്മാനാണ് തിലക് വർമ്മ. അത് ഇന്നലെയും പ്രൂവ് ചെയ്തു. ബ്ലൈൻഡ് സ്ലോഗിങ് ഒന്നുമല്ല, വളരെ ഇന്നോവേറ്റീവായിട്ട് കളിക്കും. റാം ഷോട്ടും അങ്ങനെയുള്ള ഷോട്ട്സൊക്കെ, സ്കൂപ്പും അങ്ങനെയുള്ള ഷോട്ട്സൊക്കെ കളിച്ച് റൺസ് കണ്ട വെർസറ്റാലിറ്റി ഉണ്ട് നല്ല രീതിയിൽ. അപ്പോൾ റൺസ് കണ്ടെത്താനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 2 ഗിയറിലും കളിക്കാനായിട്ട് പറ്റും. സ്ലോ ഗിയറിൽ വേണമെന്ന് ഒരു സ്ട്രഗിൾ വന്നു കഴിഞ്ഞാൽ നിന്ന് കളിക്കാനും പറ്റും, എക്സ്പ്ലോസീവായിട്ട് ബാറ്റ് ചെയ്യാനും പറ്റും. സോ അതുകൊണ്ട് തന്നെ തിലക് വർമ്മ നമ്പർ 3 ഒരു പ്രോപ്പർ നമ്പർ 3 ഓപ്ഷൻ തന്നെയാണ് തിലക് വർമ്മ. പിന്നെ ഹർദിക് പാണ്ഡ്യ ഇന്നലെ വന്ന് അടിച്ച ഫസ്റ്റ് ഒരു T20 വന്ന് അടിച്ച അടിയിൽ നമ്മൾ ആ സ്വാഗിൻ്റെ കാര്യം പറഞ്ഞു. ഹർദിക് പാണ്ഡ്യ വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഫ്ലോ വരുമല്ലോ. ഹർദിക് പാണ്ഡ്യ ദാറ്റ് കൈൻഡ് ഓഫ് ബാറ്റ്സ്മാൻ ആണ്. ആ ഒരു ഫ്ലോ ഹർദിക് പാണ്ഡ്യക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന ഷോട്ടൊന്നുമില്ല, ഷോട്ട് സെലക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ യുണീക്കായിട്ടുള്ള ഷോട്ട്സൊക്കെ ഹർദിക് പാണ്ഡ്യ കളിക്കുന്നത്. ആ ഒരു പിക്ക് ചെയ്തിട്ട് ബോളിൻ്റെ അണ്ടറിൽ എത്താനായിട്ട് പുള്ളിയുടെ കഴിവ് അപാരമാണ്. കറക്റ്റായിട്ട് ലെങ്ത് പിക്ക് ചെയ്യുക, അടിക്കുക. അടി എന്ന് പറഞ്ഞാൽ 1.5 അടി. ഇന്നലെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എന്താ അടി, ഫ്ലാറ്റ് സിക്സസും ബൗണ്ടറീസൊക്കെ വെടിയുണ്ട പോലെ വെക്കൊണ്ടിരുന്ന ഹർദിക് പാണ്ഡ്യയുടെ ഒരു രക്ഷയില്ലാത്ത ബാറ്റിങ്. ഇത് 3 കൂടെ ആയപ്പോഴത്തേക്ക് ഇന്ത്യ എന്തായാലും ഒരു സൂപ്പർ സ്കോറിലേക്ക്, അതായത് ഈ ഗ്രൗണ്ടിൽ വേണ്ടതിനെക്കാട്ടി മുകളിലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു. തിരിച്ച് സൗത്ത് ആഫ്രിക്ക എക്സെപ്ഷനലി വല്ലായിട്ട് ബാറ്റ് ചെയ്തു. പ്രത്യേകിച്ചും ഡീകോക്ക് ഒരു രക്ഷയിലായിരുന്നു. നല്ല ഒരു എക്സ്പ്ലോസീവ് ഒരു തുടക്കം സൗത്ത് ആഫ്രിക്കയ്ക്ക് കിട്ടി. അവിടെ വീണ്ടും ഇന്ത്യക്ക് രക്ഷകനായിട്ട് എത്തിയത് വരുൺ ചക്രവർത്തിയാണ്. വരുൺ ചക്രവർത്തി അവിടെ മാത്രമല്ല, പിന്നീട് വന്നിട്ട് ഒരു ഡബിൾ വിക്കറ്റ് ഇട്ടതും വരുൺ ചക്രവർത്തിയാണ്. ആ ഒരു മിഡിൽ ഓവേഴ്സിൽ അവിടെ ആ ഒരു വിക്കറ്റ് വീണതുകൊണ്ടാണ് പിന്നെ സൗത്ത് ആഫ്രിക്ക അടിക്കാനായിട്ട് സാധിക്കായിരുന്നത്. ഡ്യൂവിൻ്റെ ഒരു ഹെൽപ്പ് ഉള്ളതുകൊണ്ട് അഹമ്മദാബാദ് ഗ്രൗണ്ടിൽ തീർച്ചയായിട്ടും ഇത് ചേസ് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ തന്നെയായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ, അവർക്ക് കിട്ടിയൊരു സ്റ്റാർട്ടൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ പ്രത്യേകിച്ചും ഡൊണോവൻ ഫെരേറയുടെ വിക്കറ്റ് ക്രൂഷ്യലാണ്. കാരണം ഡക്കായി പുള്ളി അവിടെ നിന്നിരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റീസെൻ്റ്ലി ഡൊണോവൻ ഫെരേറയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നമുക്കറിയാം. ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ പുള്ളിക്ക് അവസരം കിട്ടിയിരുന്നുണ്ട്, അവിടെ നിന്നിരുന്നുണ്ടെങ്കിൽ, സെറ്റിൽ ആയിരുന്നുണ്ടെങ്കിൽ പുഷ്പം പോലെ അടിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്കോറാണ്. കാരണം അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ബൂംറ ഒരു കളി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് എക്സെപ്ഷണലി സൂപ്പറായിട്ട് ബോൾ ചെയ്തു.
യോർക്കേഴ്സൊക്കെ നല്ല കിടിലായിട്ട് വീഴുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു എന്തൊക്കെയോ പുതിയ വേരിയേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടൊക്കെ കമൻട്രിയിൽ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു രക്ഷയിലായിരുന്നു. ബൂംറയും സൂപ്പറായിട്ട് എറിഞ്ഞു. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തു. 4 ഓവറിൽ 30 റൺ കൊടുത്തുള്ളൂ. സൂപ്പറായിട്ട് ബോൾ ചെയ്തു വാഷിംഗ്ടൺ സുന്ദറും. എന്തായാലും അവിടെ സൗത്ത് ആഫ്രിക്കയെ ആ മിഡിൽ ഓവേഴ്സിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ തന്നത് വരുൺ ചക്രവർത്തി ആൻഡ് ജസ്പ്രീത് ബൂംറയാണ്. അതുപോലെ തന്നെ പവർ പ്ലേയിൽ കുറച്ചും കൂടെ എക്സ്പ്ലോസീവായിട്ട് പോവേണ്ടിയിരുന്ന റൺസിനെ ഒന്ന് പിടിച്ചു കെട്ടിയത് വാഷിംഗ്ടൺ സുന്ദറിൻ്റെ ആ ഒരു 3 ഓവർ സ്പെല്ല് പവർ പ്ലേയിൽ. അതുപോലെ തന്നെ 4 overs 30 നല്ലൊരു ബോളിംഗ് സ്പെല്ല് തന്നെയാണ് വാഷിംഗ്ടൺ സുന്ദർ. ഇങ്ങനെ വാഷിംഗ്ടൺ സുന്ദറിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റണം. ഓപ്ഷൻസ് കൊടുക്കാതെ ബോളിംഗ് കൊടുക്കാതിരുന്നിട്ട് അവസാനം കൊണ്ടുവന്നിട്ട് യൂസ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. ആസ് എ ബോളിംഗ് ഓൾറൗണ്ടറാണ് വാഷിംഗ്ടൺ സുന്ദറിനെ യൂസ് ചെയ്യേണ്ടത്. ഇന്നലെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തു. ബൂംറ ഒരു സൂപ്പറായിട്ട് ഉള്ള സ്പെല്ല് എറിഞ്ഞു. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി ആസ് ഓൾവേസ് ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റ് ഇട്ടു. വരുൺ ചക്രവർത്തിയാണ് ഇന്ത്യയുടെ കീ എന്ന് പറയുന്നത്. മിഡിൽ ഓവേഴ്സിലും ബാക്കിയുള്ള ടീമുകൾക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് കെടുത്താൻ റീഡ് ചെയ്യാൻ പറ്റുന്നില്ല വരുൺ ചക്രവർത്തി, പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാൻമാർക്ക്. എന്തായാലും ഇന്ത്യക്ക് ഈ ഒരു ക്യാമ്പയിൻ കണ്ടിന്യൂസ് ആയിട്ട് ബയലാറ്ററൽ സീരീസ് വിൻ ചെയ്ത് ഇന്ത്യ ഇങ്ങനെ അജയ്യരായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യയുടെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് 50 ആയിരുന്നു ഇന്നലത്തെ. അതുപോലെ തന്നെ ഒരുപാട് സഞ്ജു സാംസന്റെ 1000 റൺസ്, അങ്ങനെ ഒരുപാട് ലാൻഡ് മാർക്സ് ഇന്നലെ ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ഇന്ത്യൻ T20 ടീം എങ്ങനെ ആയിരിക്കണോ അത് ഇന്നലത്തെ മാച്ചിൽ കാണാനായിട്ട് പറ്റി. ഇങ്ങനെ ആയിരിക്കണം ഇന്ത്യയുടെ T20 ടീം. ഇങ്ങനെ ബാറ്റ് ചെയ്യണം, ഇങ്ങനെ ബോൾ ചെയ്യണം, ഇങ്ങനെ പെർഫോം ചെയ്യണം. ഈ ഒരു എനർജി, ഈ ഒരു വൈബാണ് നമുക്ക് കുറച്ച് നാളായിട്ട് മിസ് ചെയ്യുന്നത്. ഒരു ശുഭ്മാൻ ഗിൽ എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടി ഈ ടീമിനെ നശിപ്പിച്ച ആരായാലും, അത് കോച്ചായാലും ശരി, സെലക്ടേഴ്സ് ആയാലും ശരി, മാനേജ്മെൻ്റ് ആയാലും ശരി, അവർ മാപ്പ് അർഹിക്കുന്നില്ല. ഇനി അങ്ങോട്ട് ചെയ്യാൻ പോവുകയാണെങ്കിലും ഇനി അങ്ങോട്ട് ഈ ശുഭ്മാൻ ഗിൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് ബോയ്ക്ക് അല്ലെങ്കിൽ പ്രിൻസിന് വേണ്ടിയിട്ട് ഈ ഒരു ടീമിൻ്റെ ഈ ഒരു എനർജി നശിപ്പിക്കാൻ, അത് സഞ്ജു സാംസൺ വരുന്നതുകൊണ്ട് മാത്രമല്ല, സഞ്ജു സാംസൺ ടോപ്പ് ഓർഡറിൽ വരുമ്പോൾ ഇന്ത്യക്ക് മറ്റു കാര്യങ്ങളിലും അവിടുന്ന് ക്യാരി ഫോർവേഡ് ചെയ്ത് ബാറ്റിങ്ങിൽ ആ ഒരു എനർജി മുന്നോട്ട് കൊണ്ടുവരാൻ 2 എൻഡിൽ നിന്നും കൂടെ അടി വരുന്ന ബോളേഴ്സിനെ സംബന്ധിച്ച് ബോളേഴ്സിന് കിളി പോകുന്നത്. ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് അഭിഷേക് ശർമ്മയെ പോലെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ അടിക്കുന്നത്, എങ്ങനെ എറിയണമെന്ന് അറിയാൻ വയ്യാതെ കിളി പോകുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് സഞ്ജു സാംസനെ പോലെ ഒരു ബാറ്റ്സ്മാനും കൂടെ അടിക്കുക എന്ന് പറഞ്ഞാൽ ഏത് ലോകോത്തര ബോളറായാലും ഏത് ലോകോത്തര ടീമായാലും പതറിപ്പോവും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യ മിസ് ചെയ്യുന്നത്. ഇനി ഭാഗ്യത്തിൻ്റെ ഇതിൽ ഇന്ത്യ അത് മിസ് ചെയ്യാതിരിക്കട്ടെ. ഇന്ത്യക്ക് നല്ല ബുദ്ധി തോന്നട്ടെ, അല്ലെങ്കിൽ സെലക്ടേഴ്സിനോ കോച്ചിനൊക്കെ നല്ല ബുദ്ധി തോന്നി മുന്നോട്ട് ഇനിയുള്ള ന്യൂസിലൻഡ് സീരീസിൽ സഞ്ജു സാംസനെ ഓപ്പണറായിട്ട് കണ്ടിന്യൂ ചെയ്യട്ടെ. നമുക്ക് വേൾഡ് കപ്പിൽ സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യുന്നത് കാണണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സന്തോഷം. എന്തായാലും ഒരു ശുഭ അവസാനമായിട്ട് മാറി ഇന്നലത്തെ T20. എല്ലാം കൊണ്ടും ഹാപ്പി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. ഇന്നലെ ട്രാവൽ ചെയ്യായിരുന്നു. അതുപോലെ തന്നെ ആഷസിൻ്റെ വീഡിയോ ചെയ്യാനും കുറച്ച് ലേറ്റായിപ്പോയി. ഇന്ന് എന്തായാലും ആഷസിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. കളി കണ്ട് ഇന്നലെ ഹാപ്പിയായിരുന്നു കേട്ടോ, മനസ്സ് നിറഞ്ഞ്. സഞ്ജു സാംസൻ്റെ ഉള്ള റണ്ണാണെങ്കിലും എന്താണ് കേപ്പബിൾ എന്നുള്ളത്, സെഞ്ചുറിയോ 50 ഒന്നും വേണ്ട, അടിച്ച റണ്ണ്, അടിച്ച ഷോട്ട്, എന്തിനു പറഞ്ഞാൽ ആ സ്ട്രൈറ്റ് ഡ്രൈവ് മാത്രം മതി സഞ്ജു സാംസൻ്റെ ക്ലാസ് എന്താണെന്ന് അറിയിക്കാനായിട്ട്. ഒരു രക്ഷയില്ല. അപ്പോൾ വീണ്ടും മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.